നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവ്യസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ശ്രീ മൂകാംബികായേ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം. ഗുരുവായൂർ ഏകാദശി ഈ വരുന്ന ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ്. അതിനു മുന്നേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ വാർഷിക മംഗള ആശംസകൾ. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. ഈ വർഷം ഗുരുവായൂർ ഏകാദശി വരുന്നത് 2025 ഡിസംബർ 1-ാം തീയതിയാണ്. ഈ നാളെ, അതായത് നവംബർ 1-ാം തീയതി മുതൽ തന്നെ ഗുരുവായൂരിൽ ഏകാദശി വിളക്കുകൾ ആരംഭിക്കുകയാണ്. നവംബർ 2-ാം തീയതി ഗുരുവായൂർ ദേവസ്വം വകയാണ് ഏകാദശി വിളക്കുകൾ ഉള്ളത്. ഈ ദിവസങ്ങളിൽ ഗുരുവായൂരിന്റെ പരിസര പ്രദേശത്ത്, അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നത് പോലും മഹാപുണ്യദായകമാണ്. കൂടാതെ നവംബറിൽ തന്നെയാണ് ചെമ്പൈ സംഗീതോത്സവവും ഗുരുവായൂരിൽ അരങ്ങേറുന്നത്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ദിനമായതിനാൽ ഈ ദിനം ഗുരുവായൂർ ഏകാദശി എന്ന് അറിയപ്പെടുന്നു. ദേവലോകത്ത് നിന്നും 33 കോടി ദേവകളും ഗുരുവായൂരപ്പനെ വന്ന് പൂജിക്കുന്ന പുണ്യദിനമാണ് ഗുരുവായൂർ ഏകാദശി. ഈ ദിനത്തിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നത് പോലും മഹാപുണ്യദായകമാണ്. ഇതിന് സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏകാദശി എടുത്ത് ദേവനെ ഭജിക്കാവുന്നതാണ്. ഈ ദിനം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ പുണ്യദിനമായും കണക്കാക്കുന്നു. കൂടാതെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ദിനമായും ഗുരുവായൂരിൽ ആഘോഷിക്കാറുണ്ട്. ഈ ദിനത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ തൻ്റെ പ്രജകളെ കാണാനായി ആനപ്പുറത്ത് എഴുന്നള്ളുന്നതും. ഇത്രയും പുണ്യകരമായ ഏകാദശി മറ്റൊന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ 7 തലമുറകളിലെ പാപങ്ങൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തീരുന്നു. കൂടാതെ വരുന്ന 7 തലമുറയ്ക്കുള്ള പുണ്യം കൂടി സമ്പാദിക്കാൻ ഈ ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എരിഞ്ഞില്ലാതാകുന്നു. പലരും പറയാറുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അവർ ഏതെങ്കിലും ഒരാളെ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലോ ദുഷിച്ചു പറയുകയോ ദുഷിച്ചു വിചാരിക്കുകയോ ചെയ്യുന്നത് പോലും പാപമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും മാറ്റുന്നതിന് ഈ ഏകാദശി വ്രതത്തിന് അതീവ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഏകാദശി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തലേ ദിവസം ഒരിക്കലൂണ് കഴിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കാം. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ പഴങ്ങളോ പാലോ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. പിറ്റേ ദിവസം പാരണ വീടിക്കൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഗുരുവായൂരിൽ ഇനി ഉത്സവ കാലഘട്ടം പോലെ തന്നെയാണ്. 33 കോടി ദേവകളും വന്നെത്തുന്ന ആ സുദിനത്തിൽ 8 ദിക്കുകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കണ്ണനെ കാണാനായി അനേക ലക്ഷം ഭക്തജനങ്ങൾ എത്തുന്ന ദിനമാണ് ഗുരുവായൂർ ഏകാദശി എന്ന പുണ്യദിനം. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ തന്നെ ഡിസംബർ 1-ന് ഗുരുവായൂർ ഏകാദശി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വ്രതം എടുത്താലുള്ള ഗുണങ്ങൾ: സന്താന സൗഭാഗ്യം ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു, മനഃശാന്തി ലഭിക്കുന്നു, കുടുംബ സ്വസ്ഥത ലഭിക്കുന്നു, ദാരിദ്ര്യ ശമനം ലഭിക്കുന്നു എന്ന് തുടങ്ങി നിരവധി ഗുണങ്ങൾ ഈ വ്രതത്തിലൂടെ, ഈ ഒരൊറ്റ ഏകാദശി വ്രതത്തിലൂടെ സാധ്യമാകുന്നു. അതുകൊണ്ട്
എല്ലാ ഭക്തരും സന്തോഷമായി തന്നെ ഭഗവാനെ ഭജിക്കുക. ഈ ദിനം നാമജപത്തിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകുക. അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. നമുക്ക് യഥാശക്തി വഴിപാടുകൾ നടത്താവുന്നതാണ്. പുരുഷ സൂക്താർച്ചന, ഭാഗ്യസൂക്താർച്ചന, മഞ്ഞപ്പട്ട് സമർപ്പണം എന്നിവയെല്ലാം അന്നേ ദിവസം നടത്താവുന്നതാണ്. വിഷ്ണു പ്രീതികരമായ എല്ലാ വഴിപാടുകളും അന്നേ ദിവസം നടത്താവുന്നതാണ്. അന്നേ ദിവസം അമ്പലങ്ങളിൽ നാമജപങ്ങളിൽ കൂടുതൽ സമയം പ്രാധാന്യം നൽകി പങ്കെടുക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നു. അന്നത്തെ ദിവസം എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഒഴുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഒഴുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം.